എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ സാഞ്ചിയെ കാണിക്കും. സാഞ്ചി ആണെങ്കിൽ ഒരുപാട് ടെൻഷനിൽ അങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ സിസ്റ്റർ ആ ലിച്ചി അവൾ അടുത്തേക്ക് വന്ന് പറയും, വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. 13 വർഷം, നീണ്ട 13 വർഷത്തിന് ശേഷം നമ്മുടെ ഫാമിലി എല്ലാം ഒന്നു ചേരാൻ പോവാണ്. നിന്റെ 2 ബ്രദേഴ്സ് അവർ നാളെ ഇവിടെ എത്തും. എല്ലാവരും ചേർന്ന് ഹാപ്പി ആയിട്ട് ഈ മാരേജ് നടത്തും. അത് കേട്ട് സാഞ്ചിയുടെ കലി അത് കൂടി വരും. കാരണം സാഞ്ചി ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആ 2 ബ്രദേഴ്സിനെയാണ്. അവരാണ് അവനെ കൂടുതൽ ദ്രോഹിച്ചത്. അതുമാത്രമല്ല, ഇപ്പോ അവനോട് സ്നേഹം കാണിക്കുന്ന ഈ സിസ്റ്റർ പോലും അവനെ ചെറുപ്പത്തിൽ പരിഹസിച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്തിന് അവന്റെ പപ്പ പോലും ആവശ്യമില്ലാതെ അവനെ പണിഷ് ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവൻ ഈ ഫാമിലിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയത്. ഇപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പവറും എബിലിറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സാഞ്ചിയുടെ ആവശ്യം വന്നു. സാഞ്ചിക്കാണെങ്കിൽ ഇതെല്ലാം ഓർക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ കൺട്രോൾ പോയിക്കൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ സാഞ്ചിയോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. ഉടനെ ഒരു ബട്ടർഫ്ലൈ അതങ്ങനെ പറന്നു വന്ന് അവന്റെ കയ്യിലിരിക്കുകയാണ്. അതങ്ങനെ സ്വതന്ത്രമായിട്ട് പറന്നു വരുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. പക്ഷെ അടുത്ത നിമിഷം ബട്ടർഫ്ലൈ അവന്റെ കയ്യിലെ ഹാൻഡ് കഫ് അത് കണ്ട് പേടിച്ച് അത് ദൂരേക്ക് പറന്നകലും. കട്ട് ചെയ്താ ഇവിടെ ലൂഫിയും ആ ക്രാക്കറും അവർ രണ്ടുപേരും മണിക്കൂറുകളായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ ഫൈറ്റ് എല്ലാം തന്നെ പ്രിവെന്റ് ചെയ്ത് ഓരോ ഭാഗത്തുകൂടെ ചാടി ഓടും. അതിനുശേഷം ഇപ്പൊ അവനെ തിരികെ പഞ്ച് ചെയ്യാണ്. അവനും അവന്റെ സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് ലൂഫിയുടെ എല്ലാ പഞ്ചും കറക്റ്റ് ആയിട്ട് പ്രിവെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഫൈറ്റിന്റെ ഇടയിൽ ലൂഫിക്ക് നല്ലൊരു പഞ്ച് കിട്ടും. ആ ഒരു പഞ്ചില് ഒരു വീട്ടിൽ പോയി ഇടിച്ച് ലൂഫി താഴേക്ക് വീഴും. ട്രീസിനാണെങ്കിൽ അത് കണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. അത് കണ്ട് ഒരു ഫ്ലവർ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എല്ലാവരും ഇത്രയും പേടിത്തൊണ്ടന്മാരാണോ? ഇത് ആക്ച്വലി നമ്മളുടെ ഏരിയ ആണ്. ഇവിടുന്ന് ആരും രക്ഷപ്പെട്ടു പോകാൻ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. സോ നമ്മളല്ല ഇവിടുന്ന് ഓടിപ്പോവേണ്ടത്, മറിച്ച് ഇവിടേക്ക് കടന്നു വന്നവരാണ്. അത് കേൾക്കേണ്ട താമസം കാര്യം പിടികിട്ടിയ ട്രീസ് അവറ്റകളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്ത് നിൽക്കും. ഇവിടെ ലൂഫിക്ക് അടിയൊക്കെ കിട്ടി. ആസൊക്കെ അങ്ങനെ വലിച്ചു വിട്ട് നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ സെക്കൻഡ് ഗിയറിലേക്ക് പോയി ഗാറ്റ്ലിംഗ് പവർ ഉപയോഗിച്ച് ആ വില്ലനെ അച്ചറം പൊച്ചറം ആഞ്ഞടിക്കും. വില്ലനാണെങ്കിൽ ഈസി ആയിട്ട് ഒരു ഷീൽഡ് അവന്റെ ബോഡി ക്രിയേറ്റ് ചെയ്യും. ഷീൽഡ് ഉപയോഗിച്ച് തന്നെ ലൂഫിയെ ആ വീട്ടിലേക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ്. അതിനുശേഷം ലൂഫിയോട് പറയും, ഒരു കാരണവശാലും വിൻസ്മോക്ക് ഫാമിലിയിലെ സാഞ്ചിയെ നിനക്ക് വിട്ടു തരില്ല. അവൻ ഇനി മുതൽ ഞങ്ങളുടെ ടീമിലെ ഒരു മെമ്പറാണ്. സ്വന്തം ഫ്രണ്ടിന്റെ ബ്രൈറ്റ് ഫ്യൂച്ചർ അത് നീ തകർക്കാൻ നോക്കുകയാണോ? നീ ശരിക്കും ഒരു നല്ല ഫ്രണ്ടാണോ? ഒരു നല്ല ക്യാപ്റ്റനാണോ? സാഞ്ചിക്ക് നല്ല വിവാഹ ആശംസകൾ കൊടുക്കേണ്ടതിന് പകരം അവനെ പിന്തിരിപ്പിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാനാണോ നീ നോക്കേണ്ടത്? സത്യത്തിൽ അവന്റെ ലെവൽ എന്താണെന്ന് നിനക്കറിയോ? അവൻ ഒരു റോയൽ ഫാമിലിയിൽ ഉള്ളവനാണ്. ഒരു കാരണവശാലും നീയും അവനും പരസ്പരം ചേരില്ല. നിന്നെപ്പോലെ ഒരു ലോക്കൽ പേഴ്സന്റെ ടീമില് അവനിന് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ ഷീൽഡ് ഉപയോഗിച്ച് ലൂഫി അങ്ങനെ അമർത്തും. ലൂഫി ട്രാപ്പിലായെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള ട്രീസും ചെടികളും അവറ്റുകളെല്ലാം അങ്ങനെ പൊട്ടിച്ചിരിക്കും. പക്ഷെ ലൂഫി അവൻ ഒരു വിധത്തില് അവന്റെ കൈ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ബോഡി അയണാക്കി മാറ്റും. അതിനുശേഷം ബലൂൺ പോലെ വീർപ്പിച്ച് ആ വില്ലനെ അവനെ ദൂരേക്ക് തെറിപ്പിച്ച് ചാടി എഴുന്നേറ്റ് നിൽക്കും. ലൂഫി ഇപ്പോ അവന്റെ 4th ഗിയറിലേക്ക് പോയി കഴിഞ്ഞു. ഡോഫ്ലമിംഗോയെ കൊന്ന അതേ പവർ. പക്ഷെ ആ വില്ലനാണെങ്കിൽ അപ്പോഴും നിർത്താതെ ലൂഫിയെ കളിയാക്കും. ഒരു കാരണവശാലും സാഞ്ചിയെ നിനക്ക് തിരികെ കിട്ടില്ല, അവൻ ഞങ്ങളുടേതായി കഴിഞ്ഞു. കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ അവന്റെ 4th പവറിൽ ചാടി വന്ന് പഞ്ച് ചെയ്യാൻ ഒരുങ്ങും. ലൂഫി ക്ലോസ് എത്തേണ്ട താമസം ആ വില്ലനാണെങ്കിൽ ഒരുപാട് ബിസ്ക്കറ്റ്സ് ഒക്കെ ഷീൽഡാക്കി മാറ്റി അവന്റെ മുൻപിൽ വെക്കുകയാണ്. പക്ഷെ ലൂഫിയുടെ 4th ഗിയർ പവർ അത് ആ ബിസ്ക്കറ്റുകളെല്ലാം തവിട് പൊടിയാക്കി അവൻ അട്ടിച്ച് താഴെയിടും. അത് കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. കാരണം ഇതുവരെ ക്രാക്കറിന്റെ ബോഡിയിൽ ആരും കൈവച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ക്രാക്കറിനെ ഇത്രയും ദാരുണമായിട്ട് ഒരാൾ അടിച്ച് താഴെയിടുന്നത് അവർ കാണുന്നത് പോലും. സാഞ്ചിയെയും എന്റെ ടീംമേറ്റ്സിനെയും ഒരു കാരണവശാലും ആരും കളിയാക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ കളിയാക്കിയ പിന്നെ അവർക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഫുൾ കലിപ്പില് അവന്റെ 4th ഗിയർ പവറിൽ അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പെട്രോയെയും ബ്രൂക്കിനെയും കാണിക്കും. അവർ രണ്ടുപേരും ബിഗ് മോമിന്റെ മാൻഷന്റെ അടുത്ത് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ആക്ച്വലി ഈ കാണുന്നതാണ് ബിഗ് മോമിന്റെ വലിയ മാൻഷൻ. ഈ മാൻഷനിലാണ് സാക്ഷാൽ ബിഗ് മോമും അവരന്വേഷിച്ചു വന്ന ആ ഒരു പോണോഗ്ലിഫ് ഉള്ളത്. പക്ഷെ എന്താ, അതിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ബിസ്ക്കറ്റ് സോൾജിയേഴ്സ് അവറ്റകള് ആ മാൻഷന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കാവല് നിൽപ്പുണ്ട്. അവറ്റകളുടെ കണ്ണ് വെട്ടിച്ചു വേണം അകത്തേക്ക് പോകാനായിട്ട്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എങ്ങനെ അകത്തേക്ക് പോകുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഒരു സോൾജിയർ അവരുടെ അടുത്തൂടെ കടന്നു വരിക.
അവനവരെ കണ്ടു എന്ന് കരുതി നമ്മുടെ ആൾക്കാർ പേടിച്ച് വിറച്ചു നിൽക്കും. അപ്പോഴായിരിക്കും അവൻ താഴെ വീണ ഒരു ചോക്ലേറ്റ് അതെടുത്ത് സിമ്പിളായിട്ട് അവിടെ നിന്ന് കടന്നു പോവുക. പെട്രോ ആണെങ്കിൽ ഇപ്പൊ ബ്രൂക്കിനോട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അകത്തേക്ക് പോവാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ബ്രൂക്കിനും വല്ലാത്തൊരു ആശ്വാസം. അതേസമയം നമ്മുടെ ചോപ്പറിനെയും നാമയും കാണിക്കും. അവർ രണ്ടുപേരും ആ ബീസ്റ്റ് ലേഡിയുടെ മിറർ ഡയമെൻഷൻ അതിൽ പെട്ട് കിടക്കുകയാണ്. അവർ ചുറ്റും നോക്കും. അവർക്ക് ചുറ്റും ഒരുപാട് മിറേഴ്സ്. അതിലേതെങ്കിലും മിററിലൂടെ പുറത്തേക്ക് നോക്കാന്ന് വെച്ചാൽ അവരുടെ കാലിൽ രണ്ടും അവരുടെ കാലുകളിൽ ഒരു ഇരുമ്പ് കോളം കെട്ടിയിട്ടിരിക്കുകയാണ്. അതവര് ഒരുപാട് കഷ്ടപ്പെട്ട് നിരക്കി ഒരു മിററിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ആ മിററിലൂടെ പുറത്തേക്ക് നോക്കും. മറ്റൊരു ഭാഗത്ത് നാമി, അവളാണെങ്കിൽ ബിഗ് മോമിന്റെ ആ ഒരു വിബ്രൂ കാർഡ് അത് അവൾക്ക് ചുറ്റുമുള്ള ആ ട്രീസിന്റെ നേർക്ക് അവൾ കാണിക്കുകയാണ്. നിങ്ങളിത് കണ്ടോ, ഇത് ബിഗ് മോമിന്റെ വിബ്രൂ കാർഡാണ്. ഒരു കാരണവശാലും നിങ്ങളിനി എന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. എനിക്ക് ലോയലായിട്ട് ഞാൻ പറയുന്നത് അനുസരിച്ച് വേണം നിങ്ങളിനി നിൽക്കാൻ. അത് കേട്ട് ആ മോൺസ്റ്റർ ട്രീ അത് നാമിയോട് ദേഷ്യപ്പെടും. അതിന് നാമി അവൾ ആ വിബ്രൂ കാർഡ് ഇപ്പൊ നൈസായിട്ട് അവന് നേരെ വീശി കാണിക്കുകയാണ്. അത് കാണുമ്പോൾ അവനും പേടിയാവും. കാരണം ബിഗ് മോമിന്റെ പവർ അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവർക്കാണെങ്കിൽ നാമി അറ്റാക്ക് ചെയ്യാൻ പേടി തോന്നും. കാരണം അവളുടെ കയ്യിലിരിക്കുന്നത് ബിഗ് മോമിന്റെ വിബ്രൂ കാർഡാണ്. നാമി ഇപ്പൊ അറ്റാക്ക് ചെയ്ത അത് യഥാർത്ഥത്തിൽ ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യും പോലെയാണ്. സോ വേറെ വഴിയില്ലാതെ അവരാണെങ്കിൽ അവൾക്ക് വിധേയപ്പെടും. കാര്യം പിടികിട്ടി നാമി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഓക്കെ, നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട് ലൂഫിയെ അവനെ ഹെൽപ്പ് ചെയ്യണം. അവനെ ആരും അറ്റാക്ക് ചെയ്യാതെ നോക്കണം. അത് കേട്ട് അവർ ഷോക്കാവും. കാരണം ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ക്രാക്കറാണ്. ക്രാക്കറിനെതിരെ ഇവരൊരു ചെറുവിരൽ അനക്കിയ തീർച്ചയായിട്ടും അവനിവരെ കൊന്നുകളയും. അവര് തീർത്തു പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ക്രാക്കറിനെതിരായിട്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ നാമി ആണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാതെ ആ വിബ്രൂ കാർഡ് കാണിക്കും. നിങ്ങൾക്ക് ബിഗ് മോമിന്റെ ഈ പവറാണോ അതോ ക്രാക്കറിനെ ആണോ പേടിയെന്ന് അവരോട് ചോദിക്കും. അതിനവർക്കാണെങ്കിൽ പറയാൻ ഉത്തരവില്ല. മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ ആ ക്രാക്കറിനെ ഇട്ടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവനോട് തീർത്തു പറയും, എന്ത് വില കൊടുത്തും എന്റെ ഫ്രണ്ട് സാഞ്ചിയെ അവനെ ഞാൻ കണ്ടിരിക്കും. അവനെ കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. അതിന് ക്രാക്കർ ആണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ക്വാഡ് എടുത്ത് ഓടി വരും. അവൻ ആ സ്ക്വാഡ് കറക്കി ലൂഫിക്ക് നേരെ വരും. പക്ഷെ ലൂഫി അവൻ സിമ്പിളായിട്ട് ആ സ്ക്വാഡ് അങ്ങനെ പിടിച്ചു നിർത്തി നല്ല രീതിയിൽ അവന് നേരെ പ്രഷർ റിലീസ് ചെയ്യാണ്. ആ ഒരു പ്രഷറിൽ ക്രാക്കർ അവൻ രണ്ടായിട്ട് ക്രാക്കായി താഴേക്ക് വീഴും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. അവന്റെ തകർന്ന ബോഡിയിൽ നിന്ന് മറ്റാരോ പുറത്തേക്ക് വന്ന് ലൂഫിയുടെ കയ്യിൽ ആഞ്ഞു വെട്ടും. ലൂഫി ആണെങ്കിൽ വണ്ടറടിച്ച് ഇതാരടാന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ പുറത്തേക്ക് വന്നവൻ ലൂഫിയെ നോക്കി ചിരിക്കുക. അത് മറ്റാരുമല്ല, ഇതാണ് യഥാർത്ഥ ക്രാക്കർ. ലൂഫി തകർത്തത് അവന്റെ വെറും ഒരു ബോഡി ഷീൽഡ് മാത്രമാണ്. ആക്ച്വലി ഇവൻ ബിസ്ക്കറ്റ് ഫ്രൂട്ട് അത് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും ബിസ്ക്കറ്റ്സ് അവനെ കൊണ്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവനാണെങ്കിൽ ലൂഫിയെ നോക്കി ക്ലാപ്പ് ചെയ്യും. അവൻ ക്ലാപ്പ് ചെയ്യുന്തോറും ഒരുപാട് ബിസ്ക്കറ്റ്സ് അവൻ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ അങ്ങനെ ക്രിയേറ്റ് ആയി വരികയാണ്. ലൂഫിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതം. അവൻ സത്യത്തില് ഇവന്റെ റിയൽ ഫേസ് അത് ഇന്നേ വരെ ആരും തന്നെ കണ്ടിട്ടില്ല. അവൻ ബിസ്ക്കറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത അവന്റെ ഷീൽഡ് ഫേസ് അതാണ് അവന്റെ വാണ്ടഡ് പോസ്റ്റ് അടക്കം ലോകം മുഴുവൻ എല്ലാം തന്നെ സ്പ്രെഡ് ആയിരിക്കുന്നത്. അവനാണെങ്കിൽ അവന്റെ ഫേക്ക് ഷീൽഡ് അത് ബിസ്ക്കറ്റ്സ് ഉപയോഗിച്ച് ഒരുപാടെണ്ണം ക്രിയേറ്റ് ചെയ്യാണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും നീ സാഞ്ചിയെ കാണില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവനങ്ങനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. അത് കണ്ട് ലൂഫി അവനങ്ങനെ ആ വില്ലനെ ടെററായിട്ട് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.